പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് സംവദിക്കുന്നത് ഡോക്ടർമാരും രോഗികളും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് കൊണ്ടുവരുന്ന അപകടകരമായ അല്ലെങ്കിൽ ഗുരുതരമായ ചില പ്രത്യാഘാതങ്ങളെ പറ്റിയാണ്. കഴിഞ്ഞ ദിവസവും എൻ്റെ അടുത്ത് വന്ന കാസർഗോഡ് നിന്നുള്ളൊരു പേഷ്യൻ്റ്, അവർക്ക് 10 വർഷം മുമ്പ് നടുവേദന വന്നിരുന്നു. അന്ന് തന്നെ കാസർഗോഡ് നിന്ന് കണ്ണൂർ വന്ന് കണ്ണൂരിലെ ഏറ്റവും പ്രശസ്തമായ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു MRI എടുത്തിരുന്നു. അന്ന് MRI എടുത്തപ്പോൾ നടുവിൻ്റെ MRI മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ തന്നെ ചെറിയ രൂപത്തിലുള്ള L3 L4 സ്റ്റീനോസിസ്, അതേപോലെ തന്നെ ഡിസ്ക് ബൾജും കണ്ടിരുന്നു. പക്ഷേ അത് പെട്ടെന്ന് തന്നെ ചെറിയ ചികിത്സയൊക്കെ ചെയ്തങ്ങ് മാറി. പക്ഷേ അന്നും കഴുത്തുവേദനയും കൈവേദനയൊക്കെ പറഞ്ഞിട്ട് അന്ന് ആ MRIയിൽ ഒരു ഹോൾസ്പാൻ സ്ക്രീനിങ് ചെയ്യുന്നതിന് പകരം ഒരു എക്സ്റേ എടുത്ത് നോക്കിയപ്പോൾ കഴുത്തിനും പ്രശ്നമുണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഈ പറഞ്ഞത് കൃത്യമായി രോഗിക്ക് മനസ്സിലാകാത്തത് കൊണ്ടോ അല്ലെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടോ പിന്നീട് അത് ഗുരുതരമായ രൂപത്തിലുള്ള ഒരു മലേഷ്യ രൂപത്തിലേക്ക് മാറി വന്നു. അതേ സമയത്ത് അന്ന് തന്നെ ഒരു ഹോൾസ്പാൻ സ്ക്രീൻ ചെയ്തിട്ട് അത് കണ്ടുപിടിച്ചിരുന്നെങ്കിൽ ഈ പറഞ്ഞ കഴുത്തുവേദനക്കും കൈവേദനക്കൊക്കെ കാരണമായ പ്രശ്നങ്ങൾ ചെറിയ രൂപത്തിൽ പരിഹരിക്കാൻ പറ്റുന്നതായിരുന്നു. ഇപ്പോൾ 10 വർഷം കഴിഞ്ഞപ്പോൾ ഗുരുതരമായ രൂപത്തിൽ ഇത് വന്നപ്പോൾ പിന്നെ ഓപ്പറേഷൻ അല്ലാതെ ഒരു വഴിയുമില്ല എന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങി. അതേപോലെ തന്നെയാണ് വേറൊരു സ്ത്രീ, ചിലപ്പോൾ തന്നെയുള്ള ഒരു രോഗി. അവർക്ക് നേരത്തെ നടുവേദനയായിട്ട് വന്നു, ഓർത്തോ ഡോക്ടറെ കാണിച്ചു, അവർ കുറച്ച് മരുന്ന് കൊടുത്തു, തൽക്കാലം മാറി. പിന്നെ വന്നപ്പോൾ അവർ കൃത്യമായിട്ട് ചികിത്സ ചെയ്യാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അറിയാത്തത് കൊണ്ടോ അത് കൂടുതലായി. പിന്നെ ഒരു വൈദ്യരെ കാണിച്ചു, അവിടുന്ന് ചികിത്സിച്ചു, അഡ്മിറ്റൊക്കെ ആയി ചെയ്തു. അവിടുന്നും തൽക്കാലം നല്ല സുഖം കിട്ടി. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ, ഒരു 2 വർഷം കഴിഞ്ഞപ്പം ഇതൊക്കെ കൂടുതലായി. അപ്പോൾ അന്ന് തന്നെ MRIയോ അല്ലെങ്കിൽ ഒക്കെ എടുത്ത് കൃത്യമായ ഡയഗ്നോസിസ് ചികിത്സിച്ചിരുന്നെങ്കിൽ പിന്നീട് ഇപ്പോൾ വന്നിരിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് മാതിരിയുള്ള ഡോക്ടർ രോഗിക്ക് പറഞ്ഞു കൊടുക്കാത്തത് കൊണ്ട് L3 L4 L4 L5 L5S1 സ്റ്റീനോസിസ് വന്നിട്ട് കാലിന് ശക്തമായ തരിപ്പ്, ശക്തിക്കുറവ്, അതേപോലെ തന്നെ തള്ളവിരൽ ഒക്കെ കഴിയാത്ത അവസ്ഥയൊക്കെ വന്ന് ഗുരുതരാവസ്ഥയിൽ എത്തി ഉടനെ ഓപ്പറേഷൻ ചെയ്യേണ്ട അവസ്ഥ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നേരത്തെ തന്നെ ഡോക്ടർ രോഗിക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും വേദനയല്ല പ്രശ്നം, മറ്റ് സാധാരണ പ്രശ്നം എന്നൊക്കെ അറിയുകയൊക്കെ ചെയ്തിരുന്നെങ്കിൽ ഇത്തരം ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാകായിരുന്നില്ല.